ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാപ്സിക്കം വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മെയിനായിട്ട് ക്യാപ്സിക്കാണ്. നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിട്ടുന്ന നന്നായിരിക്കും. അപ്പം കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഒരു ഉള്ളി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇത് വഴറ്റുന്ന സമയം നമ്മൾ ഉപ്പും മസാലകളും ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല. ഇത് ജസ്റ്റ് ഉള്ളിയെല്ലാം അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വിട്ട് വരുന്നത് വരെ മാത്രം വഴറ്റിയിട്ട് നമ്മളെ ക്യൂബ്സ് ആക്കി വെച്ച ക്യാപ്സിക്കം കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ നമ്മളെ ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനത് മാത്രം ഇട്ടത്. ഇനി യെല്ലോ കളറിലും റെഡ് കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നമുക്ക് മിക്സ് ആക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കാണ് ഞാനിവിടെ എടുത്തത്. ഒരു ചെറിയ മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്. ഇതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് കോരി പാത്രത്തിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞ് ചൂടായ ഇതേ ചട്ടിയിലേക്ക് ജീരകവും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇട്ട് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ജീരകവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ചട്ടി വെക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ ആ ഒരു രുചി കിട്ടിയെന്ന് വരില്ല. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ ഒന്നുകൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തത്. ഈ ഉള്ളി നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കി കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടണമെങ്കിൽ ചെറിയ ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളി നല്ലതുപോലെ വഴറ്റിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്. അത് ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കാം. അടച്ചു വെച്ചിട്ട് വേവിക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളാണ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഞാനിതിൽ പച്ചമുളകും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഈ മസാലകൾ മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് എരിവുള്ള മുളകായതുകൊണ്ട് 1 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തത്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത് 1 സ്പൂണിൻ്റെ എടുത്തിട്ടുണ്ടാവും. 1 സ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചത്. 1 ഗ്ലാസ് 1.5 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലോണം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനിടയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ചപ്പാത്തിക്ക് ചോറിനും കഴിക്കുക. അപ്പോൾ ചോറിനാണെങ്കിൽ സൈഡ് ഡിഷായിട്ട് കഴിക്കുക. ചപ്പാത്തിക്കാണെങ്കിൽ അധികം ഗ്രേവി ഇല്ലാതെ കുറച്ച് തിക്കായിട്ട് നിന്നോട്ടെ. നമ്മുടെ ഗ്രേവി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വഴറ്റി വെച്ച ക്യാപ്സിക്കും ക്യൂബായി അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഈ ഉള്ളിയിലും ക്യാപ്സിക്കത്തിലൊക്കെ ഈ മസാലയൊക്കെ പിടിക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. ചെറു ചൂടോടെ ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കഴിയുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ലൊരു വെജിറ്റേറിയൻ കറിയാണിത്. ചിക്കനും മീനും കോഴിമുട്ടയൊന്നും കൂട്ടാത്തവർക്ക് പിന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ബായ്. വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.